Welcome to the Sapphire Future Academy Board Booster series. Today we will discuss a very important chapter, continuity and differentiability. It is the introduction to the chapter topic calculus. We know calculus is very most important chapter of our higher secondary classes. For 12th class, calculus is very important because most of the weightage topic is calculus. Calculus mainly deals with two subtopics, differentiability and continuity. Differentiability and integration. Differentiation and integration. These are the main two operations we are discussed under the topic calculus. Calculus എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ. നമ്മൾ ക്ലാസ് 11ൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ നമ്മൾ എന്താണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, വി ഓൾറെഡി ഡിഫൈൻ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് LHL ഈക്വൽ ടു RHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. I think we are all familiar about these concepts. കാരണം ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. കാൽക്കുലസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആ ചാപ്റ്റർ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് കാൽക്കുലസ്? കാൽക്കുലസ് എന്നുള്ള ടോപ്പിക് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എലമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിലൊക്കെ പറയുന്നുണ്ട്. മാത്തമെറ്റിക്കൽ എബിലിറ്റിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തതോടുകൂടി വി ആർ കമ്മിങ് ടു ദ ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ലിമിറ്റ് എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ നമ്മൾ എഴുതുന്നതിനെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മീൻസ് എക്സ് അപ്രോച്ചസ് ടു എ റിയൽ നമ്പർ. എ ഇസ് എ റിയൽ നമ്പർ. അപ്പോൾ എക്സ് എയോട് അപ്രോച്ച് ചെയ്യുന്നു. എക്സ് എയോട് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു പോസിബിലിറ്റീസ്. ദിസ് ഈസ് എ ഇസ് എ റിയൽ നമ്പർ. അപ്പോൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡയറക്ഷൻസ് ആർ പോസിബിൾ. ഫ്രം ദ ലെസർ വാല്യൂസ് ഓഫ് എ, ദറ്റ് ഈസ് ദിസ് ഈസ് എ മൈനസ് എച്ച്. ഫ്രം ദ ലാർജർ വാല്യൂസ് ഓഫ് എ വി ക്യാൻ റൈറ്റ് എ പ്ലസ് എച്ച്. So approaches to A means we can move to A from the left side of A and at the same time at the right side of A. So there are two limits are possible. That is, if x approaches to A from the left hand side, the corresponding limit is said to be LHL, left hand limit. If we approaches to A from the right side, we are saying that the corresponding limit is said to be RHL. If the limit exists if and only if left hand limit equal to right hand limit. This is the definition of limit of a function. അപ്പോൾ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ LHL ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയി മാത്രമേ ഫംഗ്ഷൻ ആ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രീ റിക്വസൈറ്റ് നോളജ് is very important when we are going through the topic of continuity and differentiability. First of all, we are discussing what do you mean by continuity. Continuity എന്താണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. What is the meaning of the word continuous? Continuous means without break. ഒരു ബ്രേക്ക് ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ എന്നുള്ള ഒരു മീനിങ്ങിലാണ് കണ്ടിന്യൂറ്റി എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ. If there is some break, this is not continuous. The first graph is the graph of a continuous function എന്ന് പറയാൻ പറ്റും because it is a smooth curve. അപ്പോൾ നമ്മൾ സ്മൂത്ത് കർവിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഗ്രാഫ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ മീനിങ് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? കണ്ടിന്യൂസ് മീൻസ് വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാതെ നമ്മൾ ഒരു ഗ്രാഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ വി ആർ യൂസിങ് ദ വേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. വിത്ത് ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ദിസ് ഈസ് ദ ജനറൽ ജനറൽ പ്രീ റിക്വസൈറ്റ് വൈൽ വി ആർ മൂവിങ് ടു ദ മാത്തമെറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ കണ്ടിന്യൂറ്റി എന്നുള്ള മാത്തമെറ്റിക്കൽ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു നോളേജ് വളരെ ആവശ്യമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട അത്യാവശ്യമാണ്. വാട്ട് യു മീൻ ബൈ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് അറിയണം. LHL, what do you mean by left hand limit, and RHL,
റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ രണ്ട് നോളേജും വളരെ അത്യാവശ്യമാണ്. പിന്നെയാണ് നമ്മൾ ഡെഫിനിഷനിലേക്ക് വരുന്നത് വാട്ട് യു മീൻ ബൈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്നുള്ളൊരു വാക്കിൻ്റെ മീനിങ്, അതിൻ്റെ മാത്തമെറ്റിക്കൽ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നൗ വി ആർ ഡിഫൈനിങ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദർ ആർ ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ. ഇപ്പോൾ എഫ് ഈസ് ഫ്രം എ ടു ബി ഇസ് എ ഫംഗ്ഷൻ. എഫ് എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്കിവിടെ നമ്മൾ എടുത്ത് സപ്പോസ് ചെയ്യുന്നത് എയും ബിയും സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എ സബ്സെറ്റ് ഓഫ് ആർ, സിമിലർലി ബി ഈസ് ഓൾസോ സബ്സെറ്റ് ഓഫ് ആർ. അപ്പോൾ എയും ബിയും ആറോ അല്ലെങ്കിൽ ആറിൻ്റെ സബ്സെറ്റ്സോ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓർ റിയൽ ഫംഗ്ഷൻസ്. റിയൽ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. What is the definition? Suppose f is a real function on a subset of the real numbers and let C be a point. C എന്ന് പറയുന്നത് ഡൊമൈനിലത്തെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു, ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡൊമൈൻ ഉണ്ടാവും, കോ ഡൊമൈൻ ഉണ്ടാവും. അപ്പോൾ C be a point in the domain of the function f, then f is continuous at C if and only if limit extends to C f of x equal to f of C. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ള കണ്ടീഷൻ ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി. എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതിനോട് ഈക്വൽ ആവണം, എഫ് ഓഫ് സിയോട് ഈക്വൽ ആണ്. അപ്പോൾ സിയുടെ ഇമേജ് ആണ് എഫ് ഓഫ് സി വരിക. ദാറ്റ് ലൈസ് ഇൻ ദ കോഡൊമൈൻ. എഫ് ഓഫ് സി എലമെന്റ് ഓഫ് ബി എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ, സിയുടെ ഇമേജ് ആണ് എഫ് ഓഫ് സി, ബി ആണ് കോഡൊമൈൻ. അപ്പോൾ എഫ് ഓഫ് സി എവിടെയാണ് കിടക്കുന്നത്? ബി എന്ന് പറയുന്ന സെറ്റിലാണ്, അതായത് കോഡൊമൈനിലാണ് എഫ് ഓഫ് സി ലൈ ചെയ്യുന്നത്. അപ്പോൾ സിയുടെ ഇമേജ് ആണ് എഫ് ഓഫ് സി എന്ന് പറയാം. അപ്പോൾ എക്സ് അപ്രോച്ചസ് ടു സി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും സിയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഒക്കെ എന്തിനോട് അപ്രോച്ച് ചെയ്യുന്നു? എഫ് ഓഫ് സിയോട് അപ്രോച്ച് ചെയ്യുന്നു. ഈ ഒരു കാര്യത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഈ രണ്ട് വാല്യൂം കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റിൽ? എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡൊമൈനിലത്തെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് at x equal to c where c is a point in the domain of the given set. ഇതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇലാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ലിമിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഈ ക്ലാസ്സിന് ആരംഭത്തിലേ പറഞ്ഞു, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില പ്രീ റിക്വസൈറ്റ്സ് നോളജ് ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇത് മൂന്നും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ ഈസ് continuous at x is equal to c where c is a point on the domain of the defined function f എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് ഈക്വൽ ആവണം. ദിസ് ഈസ് നോൺ ആസ് LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദിസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ദ ഡിഫൈൻഡ് വാല്യൂ, the defined function value at x equal to c, that is f of c. ഈ മൂന്നും ഈക്വൽ ആയി കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റിൽ? x is equal to c where c is a point on the domain of the definition of the given function, real valued function f. Now we are coming to the another detailed definitions of continuity of a function. Continuity in interval. A real function f is said to be continuous if it is continuous at every point in the domain of f. അപ്പോൾ എഫിൻ്റെ ഡൊമൈനിൽ ഇപ്പോൾ നമുക്കറിയാം എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഈസ് ഫ്രം എക്സ് ടു വൈ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എഫ് ആണ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് വൈ ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് ആർ. അപ്പോൾ നമ്മൾ ഡൊമൈനിൽ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. എ റിയൽ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി
continuous if it is continuous at every point in the domain of f. അപ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം that function is said to be a continuous function. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷൻ. Now we are coming to what do you mean by continuity in an interval. ഒരു ഇന്റർവെല്ലിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. രണ്ട് തരം ഇന്റർവെല്ല് നമുക്ക് അറിയാം അല്ലേ, ഓപ്പൺ ഇന്റർവെൽ എ ബി ഉണ്ട്, പിന്നെന്താ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാ, ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പോൾ ദിസ് ഈസ് ദ ഫിഗർ, ഇത് എ എൻ പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ്, ദിസ് ഈസ് ബി. നമുക്ക് ഈ പോയിന്റിലെല്ലാം എക്കും ബിക്കും ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറയാം. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഓൺ എൻ ഓപ്പൺ ഇന്റർവെൽ എ ബി if and only if it is continuous at every point on the interval AB. AB എന്നുള്ള ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റിലും അത് എന്താണ് കണ്ടിന്യൂസ് ആണെങ്കിൽ it is said to be a continuous function on the open interval AB. ഇവിടെ എയും ബിയും ഉൾപ്പെടുന്നില്ല, അപ്പോൾ എയിലും ബിയിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻസൈഡ് എക്കും ബിക്കും ബിറ്റ്വീൻ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് സെറ്റ് ടു ബി എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി. നൗ ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോൾ എന്താ പ്രത്യേകത, ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയും ബിയും ഉൾപ്പെടുന്നു. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, എൻ പോയിന്റ്സ്. അപ്പോൾ എയുടെ റൈറ്റ് സൈഡ് ആ ഇന്റർവെല്ലിൽ കിടക്കണേ. അപ്പോൾ നമുക്ക് ആർ എച്ച് എൽ ഉണ്ടായിരിക്കണം, ആർ എച്ചിൽ ആ ഫംഗ്ഷൻ വാല്യൂടെ ഈക്വൽ ആവണം. പിന്നെ ബിയുടെ ലെഫ്റ്റ് സൈഡിലും, അപ്പോൾ ബിയുടെ ലെഫ്റ്റ് സൈഡാണ് എൽ എച്ച് എൽ. അപ്പോൾ നമുക്ക് പറയാം ആർ എച്ച് എൽ ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബിയുടെ ലെഫ്റ്റ് സൈഡാണ് വരിക, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ രണ്ട് എൻ പോയിന്റിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, കാരണം എയുടെ റൈറ്റ് സൈഡ് ആ ഇന്റർവെല്ലിൽ പെടുന്നു, ബിയുടെ ലെഫ്റ്റ് സൈഡും ആ ഇന്റർവെല്ലിൽ പെടുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഓൾറെഡി എന്തായിരിക്കണം എന്ന് ഉറപ്പാണ്, കണ്ടിന്യൂസ് ആയിരിക്കും വേണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ലെഫ്റ്റ് ഹാൻഡിൽ എയുടെ റൈറ്റ് സൈഡിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം, ബിയുടെ ലെഫ്റ്റ് സൈഡ് കണ്ടിന്യൂസ് ആവണം, പിന്നെ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സച്ച് എ ഫംഗ്ഷൻ ഈസ് f is said to be a continuous function on the closed interval AB. ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്. A function f of x is said to be continuous on a closed interval AB if and only if first condition f is continuous on the open interval AB. അതായത് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതാണ് ആദ്യത്തെ കണ്ടു. അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് എന്ന് എന്താണ് നമ്മൾ പ്രീവിയസ് ഡെഫിനിഷനിൽ കണ്ടു. അതിലെല്ലാ പോയിന്റും എയും ബിയും എടുത്ത് എയും ബിയുടെ എൻ പോയിന്റ്സ് രണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ, അതിനിടയിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവണം. പിന്നെ എന്താ അടുത്ത് പറയുന്നത്, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി, ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ്, ഞാൻ നേരത്തെ പറഞ്ഞു ആർ എച്ച് എൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, അതായത് എയുടെ റൈറ്റ് സൈഡിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം, ഡിഫൈൻഡ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആയിരിക്കണം, എഫ് ഓഫ് എ ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ഈ ഡെഫിനേഷനിൽ നമ്മൾ കണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ദാറ്റ്സ് ദ ഫസ്റ്റ് ഡെഫിനിഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക, എയും ബിയും ഇടയിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം, എയും ബിയും എയുടെ റൈറ്റ് സൈഡ് എടുക്കണം, കാരണം എ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആണ്, ബി റൈറ്റ് ഹാൻഡ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്താൽ റൈറ്റ് ഹാൻഡ് പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് റൈറ്റ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് റൈറ്റ് ഹാൻഡ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡും എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെല്ലാം എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. എഫ് ഓഫ് എ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് വാല്യൂ ആയിരിക്കണം. പിന്നെ ഓപ്പൺ ഇന്റർവെൽ എ ബിയിലും
അതാണ് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ. എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇന്റർവൽ എ ബി. രണ്ടാമത്തെ കണ്ടീഷൻ റൈറ്റ് സൈഡ് ഓഫ് എ അത് ആർ എച്ച് എൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ബി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി നമ്മൾ വേണമെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ ജനറലായിട്ട് എന്ത് പറയും, ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ ലിമിറ്റായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ലിമിറ്റ്സിൻ്റെ ടേംസിലാണ് കണ്ടിന്യൂറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. കണ്ടിന്യൂറ്റി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത് ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ലിമിറ്റ്സ് ആണ്. അപ്പോൾ ലിമിറ്റ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. LHL, RHL, അതുപോലെ എഫ് ഓഫ് എ, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ, കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഓർത്ത് കഴിഞ്ഞാൽ വി കൻ ഡിസ്കസ് വാരിയസ് പോസിബിലിറ്റി ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് ഉണ്ട്. ഇത്രയും 3 പോസിബിലിറ്റീസാണ് ഉണ്ടാവുക ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കേസിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്, വളരെ ഡെപ്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ അടുത്ത ഡെഫിനിഷനിലേക്ക് പോകുന്നു. നൗ വി ആർ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്താണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്കണ്ടിന്യൂസിൻ്റെ മീനിങ് തന്നെ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത കേസിന് എന്ത് വിളിക്കുന്ന പേരാണ്, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. വാട്ട് ഇസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ? ഈ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അല്ല അറ്റ് എക്സ് ഈക്വൽ ടു എ, ഏതൊരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ദെൻ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്നൊരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഡൊമൈനിലൊരു പോയിന്റാണ് എ, എഫ് ഈസ് ഫ്രം എ ടു ബി ഓർ എക്സ് ടു വൈ. അപ്പോൾ എ ഒരു പോയിന്റാണ്. ഈ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നതിന് മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു എയിൽ നമ്മൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ഈക്വൽ ആണ്. LHL ഉം RHL ഉം ഈക്വൽ ആണ്. പക്ഷേ ഇതെന്തിനോട് ഈക്വൽ ആവുന്നില്ല, ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റിനെ വിളിക്കുന്ന പേരാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവുന്നത് എന്താ, ഒരു പോയിന്റ് റിമൂവ് ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നർത്ഥത്തിലാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കേസിൽ ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള കേസുകൾ 3 തരത്തിലാണ് വരാൻ സാധിക്കുക. ഒന്നാമത്തെ കേസാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അങ്ങനെ 3 കേസുകളാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷനിൽ വരിക. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഓർത്താൽ മതി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള എല്ലാ കേസുകളും ഈ 3 വിഭാഗത്തിൽ പെടുത്താൻ പറ്റും. ഒന്നാമത് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, LHL ഉം RHL ഉം എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ അത് ഫംഗ്ഷൻ വാല്യൂയോട് ഈക്വൽ ആവില്ല. ആ ഒരു പോയിന്റിൽ അത് ഈക്വൽ ആവില്ല. അപ്പോൾ ആ പോയിന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആക്കാൻ പറ്റും ആ ഫംഗ്ഷനെ. ആ ഒരു മീനിങ്ങിലാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന വാക്കുണ്ടായത്. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ റിമൂവ് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ചിലപ്പോൾ LHL എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, LHL ഓ RHL ഓ എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് വരാം. അങ്ങനെയാണ് നമ്മൾ മറ്റ് 2 കൈൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടിന്യൂറ്റി ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും. അപ്പോൾ LHL ഓ RHL ഓ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനത്തെ പിന്നെ എഫ് ഓഫ് എ ഡിഫൈൻഡ് അല്ലാത്ത കേസ് വരാം. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ഓർ സെക്കൻഡ് കൈൻഡ്. അതിന് 3 വിഭാഗമുള്ളത്: റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഇതാണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. Now we are coming to the important properties of continuous functions. ഇപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഫും ജിയും 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ എഫും ജിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. Then they are given that they are continuous function. എഫും ജിയും 2 continuous function defined on their corresponding domains. ആ ഡൊമൈൻസിൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി ഉണ്ടെന്നാണ് അർത്ഥം. എഫും ജി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ പറയണേ? എഫ് പ്ലസ് ജി
is continuous. Sum of two continuous function is again continuous. രണ്ട് continuous functionന്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിരിക്കും? continuous functions ആയിരിക്കും, continuous ആയിരിക്കും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞത്. Suppose f and g be two real functions continuous at a real number c. ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടും കണ്ടിന്യൂസ് ആണ്. ഇതൊരു ഫംഗ്ഷൻ എഫ്, അതുപോലെ ജി വേറൊരു ഫംഗ്ഷൻ, ഇത് എക്സ് ടു വൈ ആണെങ്കിൽ എ ടു ബി സപ്പോസ് ചെയ്യാം. ദിസ് ഈസ് എഫ്, ദിസ് ഈസ് ജി. അപ്പോൾ എക്സ് ഈക്വൾ ടു സിയിൽ കണ്ടിന്യൂസ് ആണ്, ഇവിടെയും സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എഫും ജിയും ആഡ് ചെയ്ത് സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ is also continuous. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ എഫ് പ്ലസ് ജി ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൾ ടു സി. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആർ ഓൾസോ കണ്ടിന്യൂസ്. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സബ്ട്രാക്ഷൻ. ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ then their difference f minus g is also continuous. അവിടെ സബ്ട്രാക്ഷൻ, രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ പറയണേ പ്രോഡക്റ്റ്. എഫും ജി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻറ്റു ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. പ്രോഡക്റ്റ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആർ അഗെയിൻ കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി. Now fourth one, f by g is continuous. Quotient. എഫും ജി കണ്ടിന്യൂസ് ആണ്, എഫ് ബൈ ജി ഇസ് ഓൾസോ കണ്ടിന്യൂസ്. അങ്ങനെ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഡിവിഷൻ എടുത്താലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പ്രൊവൈഡഡ് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൾ ടു 0. കാരണം ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ എഫ് ബൈ ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, കെ ഒരു റിയൽ നമ്പർ ആണ്. സപ്പോസ് കെ ഇസ് എ സ്കാലാർ, കെ എലമെന്റ് ഓഫ് ആർ, ദെൻ കെ ഇൻറ്റു എഫ് is also continuous. That is, scalar product of a continuous function is again continuous at x equal to c. അപ്പോൾ ഇതിന് ഈ മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സപ്പോസ് എഫ് ആൻഡ് ജി ആർ ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദെൻ ഫസ്റ്റ് കണ്ടീഷൻ എഫ് പ്ലസ് ജി is continuous. Second condition f minus g is continuous. Third one, f into g is continuous. Then fourth one, f by g is continuous. Then last one, a scalar product of a continuous function where k is a scalar, k into f is also continuous at x equal to c. But this property is generally known as algebra of continuous function. ഇതേപോലെ നമുക്ക് കോമ്പോസിഷൻ പറയാൻ പറ്റും. എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ കോമ്പോസിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് കോമ്പോസിറ്റ് ജി ഈസ് കണ്ടിന്യൂസ് ആൻഡ് ജി കോമ്പോസിറ്റ് എഫ് ഓൾസോ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഡെഫിനിഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഡെഫിനേഷൻ നമ്മൾ ഫോളോ ചെയ്തു. ഒരു ഇൻ്റർവെല്ലിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആയ കേസ് നമ്മൾ കണ്ടു, ഡിസ്കണ്ടിന്യൂസ് ഏതൊക്കെ കേസുകൾ വരും നമ്മൾ വിശദമായിട്ട് കണ്ടു. ഇനി പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതായത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് പറഞ്ഞു. അടുത്ത് നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, പിന്നെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു, എങ്ങനെയാണ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Now we are coming to the problems based on continuity of a function. First question is, check the continuity of the function f given by f of x equal to 2x plus 3 at x is equal to 1. Okay. You can generally observe that this is a linear function. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ കൂടുതൽ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്, എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്തൊരു കാര്യം മനസ്സിലാവും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 ഈസ് എ ലീനിയർ പോളിനോമിയൽ. What is the meaning of linear polynomial? First degree polynomial ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ 2x plus 3 ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ഏതാ? എക്സ് ഈക്വൽ ടു 1. നമുക്ക് ബൈ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന റിയൽ നമ്പറിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയ ഡെഫിനേഷൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം the function is continuous at x is equal to c. This is the definition of continuity of a function at x is equal to c, where c is a point on the domain of the given function or defined function. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് 2x plus 3 at x is equal to 1 ആണ് പോയിന്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ് സിയുടെ പ്ലേസിൽ നമ്മൾ ചെക്ക് ചെയ്യാം 1 ആണ് പോയിന്റ്. അപ്പോൾ വി ഹാവ് ടു വെരിഫൈ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 ആയിരിക്കണം. ഇത് രണ്ടും സെയിം ആയി ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ബൈ വി ആർ റൈറ്റിംഗ് ദി ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള ഡെഫിനിഷൻ എഴുതി വെക്കുന്നു. ഏത് പോയിന്റിലാണ് ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദി ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. യൂസ് ദാറ്റ് ഡെഫിനിഷൻ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ആൻഡ് ഐഡന്റിഫൈ ദ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ദിസ് ഈസ് ദ വേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് 1 ആണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ലിമിറ്റ് കാണാണ്. നമ്മൾ ചാപ്റ്റർ 13 11ൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തതാണ്. ഒരു ലീനിയർ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എന്താണ്? എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 2x plus 3 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 2x plus 3. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. സോ വെരി ഇത് ഡിനോമിനേറ്റർ ഒന്നുമില്ല, ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ഫോർ എവറി പോയിന്റ് ഇൻ ദ ഡൊമൈൻ. ഡൊമൈനിൽ എല്ലാ പോയിന്റ് എല്ലാ റിയൽ നമ്പറിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് 2 into 1 plus 3. സോ 2 plus 3 ദിസ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് 5 ആണ്. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അത് എഫ് ഓഫ് 1ഉം സെയിം ആവുണ്ടോ നോക്കണം. എൽ എച്ച് എസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നൗ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് ആർ എച്ച് എസ്. എഫ് ഓഫ് 1 കൂടി കാണണം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 ആണ് അല്ലേ. പുട്ട് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 1 കാണണമെങ്കിൽ റീപ്ലേസിങ് എക്സ് ബൈ 1. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 into 1 plus 3, that is 2 plus 3 equal to 5. അപ്പോൾ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 both sides are equal, RHS are equal. So we have limit extends to 1. We proved that limit extends to 1 f of x equal to f of 1. According to the definition of continuity at a point, we can claim that the given function, therefore the given function f of x is continuous at x is equal to 1. We proved that. ഓക്കെ, ഇതാണ് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഈ ടൈപ്പിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. യു യൂസ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഈ ടൈപ്പിൽ ഏത് വന്നാലും, ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ജനറൽ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. Now we are moving to next problem. Examine whether the function given by f of x equal to x square is continuous at x is equal to 0. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എക്സാം ചെയ്യാനാണ് പറയുന്നത്. ഏതൊരു പോയിന്റ് തന്നിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇസ് അഗെയിൻ എ പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, ഏത് റിയൽ നമ്പറിലും ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ തന്നുള്ള കാര്യം എടുത്ത് എഴുതി, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ, ഏത് പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു 0. ബൈ ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ y equal to f of x is continuous at x is equal to c. c എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് we are using the definition limit extends to c f of x equal to f of c. ഈ രണ്ട് സൈഡും ഈക്വൽ ആവണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. We have
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സി നമുക്ക് തന്നിട്ടുണ്ട്, സി എന്നുള്ള പോയിന്റ് ഈ ക്വസ്റ്റ്യനിൽ 0 ആണ്. അപ്പോൾ അപ്ലൈ ദിസ് ഡെഫിനിഷൻ വി ആർ ഫൈൻഡിങ് ഔട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ, കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ വി ആർ ഫൈൻഡിങ് ഔട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഹിയർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അല്ലേ. എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സ്ക്വയർ. അപ്പോൾ ഡെയിലി ഡയറക്റ്റ് ഫംഗ്ഷൻ, നോ ഡിനോമിനേറ്റർ അറ്റ് ഓൾ, ഡിനോമിനേറ്റർ ഇല്ല, ഡയറക്റ്റ്ലി യു കൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് 0 സ്ക്വയർ. എക്സിന് 0 കൊടുത്തു, 0 കിട്ടി. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫൈൻഡ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ കാണാണ്, ദേ ആർ ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ആണ്. റീപ്ലേസിങ് എക്സ് ബൈ 0, എക്സിന് സ്ഥാനത്ത് 0 കൊടുക്കുന്നത് നമ്മൾ 0 സ്ക്വയർ എന്ന് കിട്ടും 0. അപ്പോൾ വി ഗോട്ട് എഫ് ഓഫ് 0 ഈക്വൽ ടു 0. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം 1 and 2 ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. രണ്ട് സൈഡും ഈക്വൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദെയർഫോർ നമ്മൾ എക്സാമിൻ ചെയ്തു നോക്കിയപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആവുന്നുണ്ട്. ദെയർഫോർ ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് രണ്ട് സൈഡ് ഈക്വൽ ആവുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഈക്വൽ ആവുന്നുണ്ട്. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഈക്വൽ അല്ലാത്ത കേസ് വന്നാലോ നമുക്ക് പറയാം ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് വന്നാലും ബൈ യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എന്നുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. യൂസിങ് ദ ഡെഫിനിഷൻ, യൂസിങ് ദ കോൺസെപ്റ്റ്, വെരി ഈസിലി യു ക്യാൻ വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓർ നോട്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലംസാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും വി ക്യാൻ അപ്ലൈ ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ, ഈ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കായിരുന്നു ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ഇത് കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. കാൽക്കുലസിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് ഈ ടോപ്പിക്ക്, അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമ്മൾ കഴിഞ്ഞ വർഷം ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് ഇയർ +2 ലെവലിലേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരികെ പോകുന്നത് വാട്ട് ഈസ് ഡിഫറൻഷ്യബിലിറ്റി, എന്താണ് ഡിഫറൻഷിയേഷൻ, അത് കഴിഞ്ഞാൽ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ് പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ. അപ്പോൾ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മെയിൻലി ഡീൽസ് വിത്ത് 2 സബ് ടോപ്പിക്സ്, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ഇൻ്റഗ്രബിലിറ്റി. ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷനും ആ 2 മേജർ ഓപ്പറേഷൻസ് ആണ്, ഇത് മെയിൻ ഓപ്പറേഷൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കണ്ടിന്യൂറ്റി നമ്മൾ പറയണമെങ്കിൽ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ലിമിറ്റ് മനസ്സിലായാൽ മാത്രമേ കണ്ടിന്യൂറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ ഡൊമൈനിലൊരു പോയിൻ്റാണ്, ആ പോയിന്റ് കണ്ടിന്യൂസ് ആവാനുള്ള കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻ്റർവെല്ലിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവുള്ള കണ്ടീഷൻ, അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവുള്ള കേസ് കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിസ്കണ്ടിന്യൂസ് ആവുമെന്ന് പറഞ്ഞർത്ഥം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഡൊമൈനിൽ ഏതൊരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ F+G കണ്ടിന്യൂസ് ആയിരിക്കും, F-G കണ്ടിന്യൂസ് ആയിരിക്കും, F×G കണ്ടിന്യൂസ് ആയിരിക്കും, F/G കണ്ടിന്യൂസ് ആയിരിക്കും, K×F സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് ഓൾസോ കണ്ടിന്യൂസ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വന്നു. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഏത് പോയിന്റിലും കണ്ടിന്യൂറ്റി നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്. അപ്പോൾ ജനറലി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ഏത് പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും ഇൻ ദ കൺസേൺ അവർ റെസ്പെക്റ്റീവ് ഡൊമൈൻ. ആ ഡൊമൈനിൽ ഡിഫൈൻഡ് ആവുന്ന എല്ലാ കേസുകളിലും
കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. then we will continue in the next video. Thank you.